ഹലോ സ്റ്റുഡൻസ്, നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിലെ എക്സാമിന് ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ അഡ്മിഷനും റിട്ടയർമെൻ്റൊക്കെ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ വീഡിയോ അല്ല, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുള്ള വീഡിയോ മാത്രമാണ്. എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്താൽ മതി, അതിനനുസരിച്ചിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ടോപ്പിക്കിൻ്റെ അകത്തുള്ള കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, A, B and C were carrying on business in partnership, sharing profits in the ratio of 5:3:2 respectively. On 31st March 2012, their balance sheet stood as follows. 31st March 2012 ആണ് അക്കൗണ്ടിംഗ് ഇയറിന്റെ എൻഡ്. ബാലൻസ് ഷീറ്റ് ഐറ്റംസ്: ഗുഡ്വിൽ 80,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 7 lakhs, ഫർണിച്ചർ 1,65,000, സ്റ്റോക്ക് 2,86,000, ഡെറ്റേഴ്സ് 1,80,000, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 3,600, അങ്ങനെ 1,76,400, ക്യാഷ് അറ്റ് ബാങ്ക് 1,52,600. As capital 6,25,000, B's capital 3,75,000, C's capital 2,50,000, general reserve 1 lakh, then trade creditors 2,10,000. Accumulated losses ഒന്നുമില്ല, but goodwill already balance sheet തന്നെയുണ്ട്. Then accumulated profit ആയിട്ട് general reserve ഉണ്ട്. A retired on the above mentioned date and partners agreed that the current value of goodwill will be taken to be equal to the book value of the asset. എത്രയാണോ ബുക്കിലുള്ള വാല്യൂ, ഗുഡ്വില്ലിന്റെ ബുക്ക് വാല്യൂ എത്രയാണോ അത് തന്നെയാണ് പുതിയ ഗുഡ്വിൽ എമൗണ്ടും. ആവറേജ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ആവറേജ്, സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ, ആനിറ്റി മെത്തേഡുകളൊന്നും ഫോളോ ചെയ്യേണ്ട. ന്യൂ ഗുഡ്വിൽ എമൗണ്ട് 80,000 ആണ്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബി കൺസിഡേർഡ് വർത്ത് ₹9 lakh. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് റിവാല്യൂഷൻ ഉണ്ട്. പഴയ വാല്യൂ 7 lakhs ആണ്, അതിനെ 9 lakhs ആക്കി മാറ്റുന്ന റിവാല്യൂഷൻ പ്രോഫിറ്റ് ആണ് 2 lakhs. പ്രൊവിഷൻ ഫോർ ബാഡ് debts on trade debtors be raised to 5%. Provision for doubtful debtor 5% ഉണ്ടായിരിക്കണം. So 1,80,000 5% വേണം. Present balance provision for doubtful debt balance 3,600 ഉണ്ട്. So 1,80,000 5% ഉണ്ടായിരിക്കണം, 9,000 വേണം. സോ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി ഉള്ള പ്രൊവിഷൻ ആവശ്യത്തിൽ കുറവാണ്. 3,600 ആണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ റിവാല്യൂഷൻ ലോസ് 5,400 ആണ്. പ്രൊവിഷൻ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് റിവാല്യൂഷൻ ഉണ്ട്, പ്രൊവിഷൻ കുറവാണ്, കൂട്ടി കാണിക്കണം. അസറ്റിലെ ഈ 2 അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വരുന്നത്. ലയബിലിറ്റി സൈഡിൽ നമ്മൾ പോയിന്റ്സ് ആണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. provision for doubtful debt 5% ആവണം. സോറി. സോ അടുത്ത പോയിന്റ്, പ്രൊവിഷൻ ബി മെയ്ഡ് ഫോർ കോമ്പൻസേഷൻ ഓഫ് ₹5,000 to an ex-employee. ദാറ്റ് ഈസ് അൺറെക്കോർഡഡ് ലയബിലിറ്റി. എക്സ്-എംപ്ലോയി, റിട്ടയർ ചെയ്ത് പോയ എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ബാക്കിയുണ്ട്, അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് അൺറെക്കോർഡഡ് ലയബിലിറ്റി. ലോസ് ആണ്. റിവാല്യൂഷൻ അക്കൗണ്ട് ഇട്ടിട്ടു പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ ടു എംപ്ലോയീസ് അറിയുന്നതാണല്ലോ. Half of the amount due to A be paid immediately in cash. അപ്പോൾ എക്ക് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് റിവാല്യൂഷൻ റിസൾട്ട് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എയുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണോ വരുന്നത് അതാണല്ലോ സെറ്റിൽമെന്റ് എമൗണ്ട്. അതിന്റെ പകുതി എമൗണ്ട് പെട്ടെന്ന് തന്നെ ക്യാഷ് പേയ്മെന്റ് ചെയ്യണം. അതുകൂടാതെ ബാക്കിയുള്ള എമൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് 10% ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആസ് പെർ അഗ്രിമെന്റ് 3 വർഷം കൊണ്ടാണ് സെറ്റിൽമെന്റ് ചെയ്യുന്നത്. ക്യാഷ് പേയ്മെന്റ് എക്ക് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ക്യാഷ് പേയ്മെന്റ് ടു എക്ക് ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ബി ആൻഡ് സി ബ്രോട്ട് ഇൻ ₹3 lakh ഇൻ ദ റേഷ്യോ ഓഫ് 3:2 റെസ്പെക്റ്റീവ്ലി. 3 ലക്ഷം രൂപ അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് ബിയും സിയും. ആ കൊണ്ടുവരുന്ന റേഷ്യോ 3:2 എന്ന് പറയുന്ന സെപ്പറേറ്റ് റേഷ്യോയിലാണ്. പാർട്ട്നേഴ്സ് ക്യാൻ മേക്ക് ദെയർ ഓൺ മ്യൂച്വൽ അഗ്രിമെന്റ്. ബി ക്വസ്റ്റനിൽ ആവശ്യപ്പെടുന്നത് റിവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ വേണം, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്,
ഓൾസോ ഡ്രോ ദ ഇനീഷ്യൽ ബാലൻസ് ഷീറ്റ് ഓഫ് ബി ആൻഡ് സി. ഇനീഷ്യൽ ബാലൻസ് ഷീറ്റ് ആണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എസ് റിട്ടയർമെന്റ് ആഫ്റ്റർ റൈറ്റിംഗ് ഓഫ് ഗുഡ് വിൽ. ഇതാണ് ഈ ക്വസ്റ്റിന്റെ കണ്ടന്റ്. ഈ ക്വസ്റ്റിന്റെ അകത്ത് എന്തായാലും റിട്ടയർമെന്റിന്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ, അഡ്മിഷനും ഒരുമിച്ച് വരുന്നില്ല. ഇപ്പൊ സാധാ ക്വസ്റ്റൻ ആണ്. ലോണിന്റെ സെറ്റിൽമെന്റിന്റെ കാര്യങ്ങളും ആവശ്യപ്പെടുന്നില്ല. റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് ലോൺ എമൗണ്ടും ബാലൻസ് എന്തായാലും ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സോ കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കിത് വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോർമാറ്റ് ഒക്കെ റെഡിയാക്കി വെക്കാം. ക്വസ്റ്റനിൽ ആവശ്യപ്പെടുന്നത് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടും ദെൻ റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റും ആണ്. ഫസ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട് ആവാം. റീവാലുവേഷൻസിൽ മെയിനായിട്ട് 2-3 ഐറ്റംസ് മാത്രമേ റീവാല്യൂ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലൊന്നും ചേഞ്ചസ് വരുന്നില്ല. ഇപ്പോൾ റീവാലുവേഷൻ്റെ അക്കൗണ്ട് ഫോർമാറ്റ് റെഡി. ഡേറ്റ്, particulars, amount, date, particulars, amount, ഓക്കെ. ഇനി നമുക്ക് ഫസ്റ്റ് രണ്ടാമതായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആവാം. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 3 പാർട്ട്നേഴ്സ് ആണുള്ളത്, എയും ബിയും സിയും. ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് കോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. കോളംനാർ ഫോമിലാവാം.
ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ABC ഒരു ഡേറ്റ് കോളം കൂടി വേണം. ചെറിയൊരു ഡേറ്റ് കോളം കൊടുക്കാം. ഓക്കെ, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ABC, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ABC. പിന്നെ ക്വസ്റ്റ്യനിൽ അടുത്ത് ആവശ്യപ്പെടുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും എപ്പോഴും ചെയ്യുമ്പോഴും മെർജ് ചെയ്യുന്നത് നല്ലതാണ്. ടെക്നിക്കൽ ഇഷ്യൂസ് ഒഴിവാക്കുന്നതിന് വേണ്ടി മെർജിങ് നല്ലതാണ്. സോ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ലാസ്റ്റ് നമുക്ക് റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ്, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഫോർമാറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വർക്കൗട്ട് ആൻസർ ചെയ്ത് നോക്കാം. എല്ലാം റിവാലുവേഷൻസിന്റെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ആവാം, എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാൻ. എക്സാമിന് സ്പീഡ് കിട്ടുന്നതിന് വേണ്ടി റിവാലുവേഷൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്ത് റിവാലുവേഷൻ റിസൾട്ട് കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പം അതിൽ റിവാലുവേഷൻസ് വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിവാല്യൂ ചെയ്യുന്നുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ബുക്ക് വാല്യൂ 7 lakhs ആണ്. 7 lakhs ആണ് അതിന്റെ ബുക്ക് വാല്യൂ. അതിനെ റീവാല്യൂഡ് ടു 9 lakhs ആക്കി മാറ്റണം. അപ്പോൾ റിവാല്യൂഷൻ പ്രോഫിറ്റ് ആണ്. റിവാല്യൂഷൻ പ്രോഫിറ്റ് 2 lakhs. എൻട്രി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റഡ് ടു റീവാല്യൂഷൻ അക്കൗണ്ട് എന്നാണ്. സോ റീവാല്യൂഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം.
buy land and building account rupees 2 lakhs. പിന്നീട് ഫർണിച്ചറിന് റീവാല്യൂഷൻസ് ഇല്ല, സ്റ്റോക്കിന് റീവാല്യൂഷൻസ് ഇല്ല. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 1,80,000 5% 9,000 രൂപ വേണം. ആ 9,000 രൂപയിൽ ഓൾറെഡി ഉള്ളത് 3,600 ആണ്. അപ്പോൾ 9,000-ന്റെ അകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 9,000 വേണം. 9,000-ന്റെ അകത്ത് ഓൾറെഡി ഉള്ളത് 3,600 ആണ്. സോ അഡീഷണൽ ആയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. 5,400 ക്രിയേറ്റ് ചെയ്യണം. എൻട്രി റീവാല്യൂഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ bad debt. Provision for bad debt 5,400. എക്സാമിന് സ്പീഡ് കൂട്ടാൻ ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. റീവാല്യൂഷൻസ് ഒക്കെ ചെയ്ത് അടുത്തത് ക്യാപിറ്റലിലേക്ക് പോയി പിന്നെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് നല്ലത്. ദെൻ പിന്നീട് ഓൾറെഡി ഉള്ള അസറ്റുകളിലെ റീവാല്യൂഷൻസ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും ഫർണിച്ചറിനില്ല, സ്റ്റോക്കിനില്ല, പ്രൊവിഷൻ കൂട്ടി കാണിക്കണം. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സിൽ പറഞ്ഞ ഒരു അൺറെക്കോർഡഡ് ലാബിലിറ്റി മാത്രമേ ഉള്ളൂ, പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ ടു എംപ്ലോയി. സോ എൻട്രി റീവാല്യൂഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ. പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ മാത്രമേ ഉള്ളൂ. പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ എമൗണ്ട് ₹5,000. ഇത്രയാണ് റീവാല്യൂഷൻസ് വരുന്നത്. ഈ 3 റീവാല്യൂഷൻസ് മാത്രമേ ഉള്ളൂ. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡേറ്റും അൺറെക്കോർഡ് ലയബിലിറ്റി മാത്രമാണ്. നമുക്ക് ഇപ്പോൾ തന്നെ റിസൾട്ട് കണ്ടുപിടിച്ച് വെക്കാവുന്നതാണ്. വേറെ റീവാല്യൂഷൻസ് ഒന്നും ഇല്ല. സോ റീവാല്യൂഷൻ പ്രോഫിറ്റുകൾ കൂടുതലാണ്. അക്കൗണ്ട് ടോട്ടൽ 2 lakhs ആണ്. 2 lakhs-ന്റെ അകത്തുനിന്ന് 2 lakhs minus 5,400 minus 5,000. പിന്നെ 1,89,600 ആണ് പ്രോഫിറ്റ്. അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടാം. റീവാല്യൂഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എ ബി സി 3 പേർക്കും സ്പ്ലിറ്റ് അപ്പ് ചെയ്തിടാം. ടോട്ടൽ 1,89,600. 1,89,600. അതിന് റേഷ്യോ പ്രകാരം 5:3:2 ആണ്. എയുടെ ഷെയർ 94,800 വരും. 94,800. ബിയുടേത് 56,000 56,880 രൂപ വരും. 880. ദെൻ സിയുടേത് 37,920. 37,920. ഇതാണ് റീവാല്യൂഷൻ റിസൾട്ടിന്റെ സ്പ്ലിറ്റ് അപ്പ്. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ബട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബാലൻസ് പോസ്റ്റ് ചെയ്തിടാം. ഓപ്പണിംഗ് ബാലൻസ്, ഡേറ്റ് കോളം എല്ലാം ഇയറിന്റെ എൻഡിലാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രസന്റ് മീൻസ് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സോ ക്യാപിറ്റൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ. എയുടെ ക്യാപിറ്റൽ ബാലൻസ് 6,25,000. 6,25,000. എയുടെ 6,25,000. ബിയുടേത് 3,75,000. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3,75,000. ദെൻ സിയുടേത് 2,50,000. 2,50,000. എക്യുമുലേറ്റഡ് ലോസുകളൊന്നുമില്ല. എക്യുമുലേറ്റഡ് ലോസുകൾ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണമല്ലോ. എക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ബൈ ജനറൽ റിസർവ്. ജനറൽ റിസർവ് 1 lakh ആണ്. 1 lakhനെ 5:3:2 ഡിവൈഡ് ചെയ്യുമ്പോൾ എയുടെ ഷെയർ 50,000, ബിയുടെ ഷെയർ 30,000,
then C യുടെ ഷെയർ 20,000. പിന്നെ നമ്മൾ ഓൾറെഡി റീവാലുവേഷൻ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റീവാലുവേഷൻ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. എൻട്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിൽ എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 94,800, ബിയുടേത് 56,880, then സിയുടേത് 37,920. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾറെഡി അക്യുമുലേറ്റഡ് ലോസസ് ഇല്ല, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ജനറൽ റിസർവ് ഉണ്ട്, ദെൻ ജനറൽ റിസർവ് ഉണ്ട്, പിന്നെ റീവാലുവേഷൻ പ്രോഫിറ്റും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി നമുക്ക് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ആവാം. ഗുഡ്വിൽ ഉണ്ട്, ഓൾറെഡി ബാലൻസ് ഷീറ്റിലുള്ള ഗുഡ്വില്ലിനെ അതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി എല്ലാ പാർട്ട്നേഴ്സിനും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് റൈറ്റ് ഓഫ് ചെയ്യണം. സോ റിട്ടേൺ ഓഫ് ചെയ്യുമ്പോൾ എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ഗുഡ്വിൽ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഓഫ് ചെയ്യാം. ടു ഗുഡ്വിൽ 80,000 ഓൾഡ് റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്യണം. 80,000 40,000 എയുടെ ക്യാപിറ്റലിൽ ഡെബിറ്റ് ഫിഗർ 40,000, then ബിയുടേത് 24,000, then സിയുടേത് 16,000. അങ്ങനെ ഗുഡ്വിൽ ഓൾറെഡി ഉള്ള ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പുതിയ ഗുഡ്വില് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതില്ല. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പഴയ ഗുഡ്വില്ലിന്റെ ബുക്ക് വാല്യൂ എത്രയാണ് അത് തന്നെയാണ് പുതിയ ഗുഡ്വിൽ. അപ്പോൾ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ഒന്നുകിൽ പുതിയ ഗുഡ്വിലായ 80,000 രൂപയെ 3 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം ന്യൂ റേഷ്യോയിൽ റിമൈനിങ് പാർട്ട്നേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യാം. അതല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഗെയിനിങ് പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്ണറായ എയെ കോമ്പൻസേറ്റ് ചെയ്യുക. അൾട്ടിമേറ്റ് എഫക്റ്റ് ഒക്കെ സെയിം ആണ്. ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്താലും അൾട്ടിമേറ്റ് എഫക്റ്റ് സെയിം ആണ്. ഏത് തരത്തിൽ വേണമെങ്കിലും ട്രീറ്റ്മെന്റ് ആവാം. സോ ഫസ്റ്റ് പാർട്ട് ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു, ഗുഡ്വിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം, 80,000 ക്രെഡിറ്റ് ചെയ്യാം ബൈ ഗുഡ്വിൽ. പഴയ 80,000 തന്നെയാണല്ലോ, 40,000, 24,000 റൈറ്റ് ഓഫ് ചെയ്യുന്ന ഫിഗർ തന്നെയാണ് 24,000 ആൻഡ് 16,000. ഇനി ഈ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം. റിമൈനിങ് പാർട്ട്നേഴ്സ് ആയ ബിയും സിയും റൈറ്റ് ഓഫ് ചെയ്യണം. എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ഗുഡ്വിൽ. ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ഗുഡ്വിൽ 80,000 ന്യൂ റേഷ്യോ സെപ്പറേറ്റ് പറയുന്നില്ല. 5:3:2 5 എയുടേത് പോയി കഴിഞ്ഞാൽ ബാക്കി 3:2 ആണ്. അപ്പോ 80,000 ഡിവൈഡഡ് ബൈ 5 × 3 ആണ് ബിയുടെ ക്യാപിറ്റലിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഫിഗർ. 48,000 വരും. 48,000. ദെൻ സിയുടേത് 32,000. അങ്ങനെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ ക്രെഡിറ്റ് ചെയ്തു, അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടായിരുന്നില്ല. ദെൻ റീവാലുവേഷൻ പ്രോഫിറ്റിനെ ക്രെഡിറ്റ് ചെയ്തു, ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാം പോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് സെറ്റിൽമെന്റ് മാത്രമാണ് വരുന്നത്. സെറ്റിൽമെന്റ് വരുന്നുണ്ട്. അതിന് മുന്നേ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ബാലൻസ് 1,52,600 ആണ്. ടു ബാലൻസ് brought down 1,52,600. പിന്നെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉള്ളത്
സെറ്റിൽമെന്റ് എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടി വേറെ ക്യാഷ് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. സെറ്റിൽമെന്റ് എമൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി എയുടെ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബിയും സിയും 3 lakhs കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 3 lakhs 3:2 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബീസ് ക്യാപിറ്റൽ സീസ് ക്യാപിറ്റൽ എന്നാണ്. നമുക്ക് ഇപ്പോഴേ പോസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാം? ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ടു സീസ് ക്യാപിറ്റൽ 3 lakh into 3 divided by 3:2 എന്നുള്ള റേഷ്യോയിലാണ്. 3 lakh into 3 divided by 5 1,80,000 വരും. സോ ബിയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 1,80,000 1,20,000 ആണ് സിയുടെ കോൺട്രിബ്യൂഷൻ. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടതാണ്, നേരത്തെ ചെയ്തിരുന്നില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം ബൈ ക്യാഷ്. ബിയുടെ കോൺട്രിബ്യൂഷൻ 1,80,000, ദെൻ സിയുടെ കോൺട്രിബ്യൂഷൻ 1,20,000. 1,20,000. ദെൻ ക്യാഷ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസും കോൺട്രിബ്യൂഷനും പോസ്റ്റ് ചെയ്ത് ഇനി സെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്ത് സെറ്റിൽമെന്റ് എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സെറ്റിൽമെന്റ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ടില്ല, അത് ഏറ്റവും ലാസ്റ്റിലാണ് ചെയ്യുന്നത് നല്ലത്. ഇനി റിട്ടയർമെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസുകൾ നമുക്ക് നോട്ട് ചെയ്യാം. ഗുഡ്വിൽ ഓൾറെഡി ഉള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 7 ലക്ഷം ആയിരുന്നു, റീവാല്യൂഡ് ഫിഗർ 9 lakhs ആണ്. റിട്ടയർമെന്റിന് ശേഷമുള്ള ബാലൻസ് 9 lakhs. സോ അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 9 lakhs. ഇത് ഒരുമിച്ചും ചെയ്യാമായിരുന്നു, ഒരുമിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാഗിങ് വരും, അതുകൊണ്ടാണ് ഈ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നത്. അടുത്ത ഫർണിച്ചറിൽ റീവാല്യൂഷൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, റീവാല്യൂ ചെയ്തിട്ടുണ്ട്, ബട്ട് ചേഞ്ചസ് ഒന്നുമില്ല. ഫർണിച്ചർ അക്കൗണ്ട് ബാലൻസ് പഴയതുപോലെ തന്നെയാണ്. ഫർണിച്ചർ അക്കൗണ്ട് 1,65,000. 1,65,000. ദെൻ സ്റ്റോക്കിലും ചേഞ്ചസ് ഒന്നുമില്ല. സ്റ്റോക്ക് 2,86,000. 2,86,000. അടുത്തത് ട്രേഡ് ഡെറ്റേഴ്സ് ആണ്. പ്രൊവിഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. ട്രേഡ് ഡെറ്റേഴ്സ് 1,80,000 ആണ്. അതിൽ പ്രൊവിഷൻ 5% ആക്കിയിട്ടുണ്ട്. ലെസ് പ്രൊവിഷൻ 9,000 ആക്കി മാറ്റിയിട്ടുണ്ട്. 1,71,000 വരും നെറ്റ്. 1,71,000. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് ഫൈനൽ ബാലൻസ് ആയിട്ടില്ല, ഫൈനൽ ബാലൻസ് കണ്ടുപിടിച്ചിട്ട് എഴുതാം. പിന്നെ ജനറൽ റിസർവ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ട്രേഡ് ക്രെഡിറ്റേഴ്സിൽ നോ ചേഞ്ച്. റിട്ടയർമെന്റിന് ശേഷം സെയിം ബാലൻസ് ആണ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 2,10,000 ആണ്. പിന്നെ ഈ റിട്ടയർമെന്റ് സമയത്ത് ഒരു അൺറെക്കോർഡ് ലാബിലിറ്റി ഉണ്ടായിരുന്നു. പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ, ക്രെഡിറ്റ് ബാലൻസ്, പുട്ട് ഓൺ ദ ലാബിലിറ്റി സൈഡ്. പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ 5,000. ഓക്കെ, ഇത്രയാണ് ലാൻഡ് മീൻസ് എസറ്റിലുള്ള എസറ്റ് ഐറ്റംസ് ആൻഡ് ലാബിലിറ്റി ഐറ്റംസ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 9 ലക്ഷം, ഫർണിച്ചർ 1,65,000, പിന്നെ സ്റ്റോക്ക് 2,86,000. ദെൻ ട്രേഡ് ഡെറ്റേഴ്സിൽ പ്രൊവിഷനിലാണ് ചേഞ്ചസ് വന്നത്, ക്രെഡിറ്റേഴ്സിൽ നോ ചേഞ്ച്, പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ 5,000. അപ്പോൾ ഇനി സെറ്റിൽമെന്റ് ട്രീറ്റ്മെന്റ് ആവാം. എയുടെ റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് എക്ക് കൊടുക്കാനുള്ള എമൗണ്ടിന്റെ പകുതി ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എയുടെ സെറ്റിൽമെന്റ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ബാക്കിയുള്ള എമൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ എയുടെ ഫൈനൽ ബാലൻസ് എത്രയാണെന്ന് നോക്കാം. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്തു കഴിഞ്ഞു. 6,25,000 പ്ലസ് 50,000 പ്ലസ് 94,800 പ്ലസ്
40,000. ഇതാണ് ക്രെഡിറ്റ് സൈഡ്. എയുടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 8,09,800. 8,09,800. 8,09,800 അന്ന് 40,000 കുറച്ച് കഴിഞ്ഞാൽ ഉള്ള എമൗണ്ട് ആണ് സെറ്റിൽമെന്റ് എമൗണ്ട്. 7,69,800 വരും. അതിന്റെ പകുതി സ്പോട്ടിൽ തന്നെ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്, ബാക്കി ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ടു ലോൺ, രണ്ടും സെയിം ആണ്. ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഒരു മിനിറ്റ്. ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് 3,84,900 വരും. 84,900. ലോൺ എമൗണ്ടും സെയിം ആണ്, 3,84,900. ക്യാഷ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യാം. ക്യാഷ് കൊടുക്കുമ്പോൾ എൻട്രി ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ആസ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്ന 3,84,900. Then loan account balance put on the liability side. Liability side A's loan 3,84,900. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിച്ചിട്ട് എഴുതണം. ക്യാപിറ്റൽ ബിയുടെ ബാലൻസും സിയുടെ ബാലൻസും എഴുതണം. അതുകൂടാതെ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ബാലൻസും ഉണ്ട്. ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, ബാക്കി രണ്ടുപേരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. 3,75,000 നമുക്ക് ബിയുടെ കാൽക്കുലേഷൻ ചെയ്യാം. ഫസ്റ്റ് 3,75,000 പ്ലസ് 30,000 പ്ലസ് 56,880 plus 24,000 plus 1,80,000. ഇതാണ് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 6,65,880. 6,65,880. 6,65,880 minus 24,000 minus 48,000. So capital balance 5,93,880 ആണ് ബിയുടേത്. To balance carry down ബിയുടേത് 5,93,880. അതേപോലെ സിയുടേത് നോക്കാം. 2,50,000 plus 20,000 plus 37,920 plus 16,000 plus 1,20,000. So credit side total 4,43,920. 4,43,920 minus 16,000 minus 32,000. That is equal to 3,95,000
3,95,920. ഇതാണ് ക്യാപിറ്റൽ ബാലൻസ്. ക്യാപിറ്റൽ ബാലൻസ് നമുക്ക് ലയബിലിറ്റി സൈഡിൽ കൊണ്ടുവയ്ക്കാം. സിയുടേത് നേരിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം, കുഴപ്പമില്ല. 3,95,920. ദെൻ എയുടേത് 5,93,880. 5,93,880. ദെൻ ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 1,52,600. 1,52,600 plus 3 lakhs, that is equal to 4 lakh. Total 4,52,600. 4,52,600. Balance carry down that amount minus 3,84,900. 67,700. ഓക്കെ, അപ്പോൾ ഇതുവരെ ചെയ്തൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫൈനൽ റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റും ഈക്വൽ ആവും. 67,700 plus 1,71,000 plus 2,86,000 plus 1,65,000 plus 9 lakhs. അങ്ങനെ അസറ്റ് സൈഡ് ടോട്ടൽ 15,89,700. Liability side 2,10,000 plus 5,000 plus 3,84,900 plus 5,93,880 plus 3,95,920. 15,89,700. അങ്ങനെ ബാലൻസ് ഷീറ്റും ഈക്വൽ ആയിട്ടുണ്ട്. 15,89,700. അപ്പോൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. Revaluation result total 1,89,600. എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 94,800. ബിയുടേത് 56,880. സിയുടേത് 37,920. ദെൻ സെറ്റിൽമെന്റ് എമൗണ്ട് എക്ക് പെട്ടെന്ന് തന്നെ സെറ്റിൽമെന്റ് എമൗണ്ട് ആയിട്ട് കൊടുത്ത 3,84,900. ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 3,84,900. പിന്നെ ബാക്കി രണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് ബിയുടേത് 5,93,880. സിയുടേത് 3,95,920. പിന്നീട് നമ്മൾ ക്യാഷ് ബാലൻസ് എടുത്തു. ക്യാഷ് ബാലൻസ് 67,700. ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവച്ച ബാലൻസ് ഷീറ്റും രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. ഓക്കെ, next question number 2. A, B and C were partners sharing profits and losses in the ratio 10:6:4. That is 5:3:2. The balance sheet of the firm as on 31st March 2010 is as under. 31st March 2010 balance sheet ആണ്. Partners A, B and C ratio 5:3:2. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ് എല്ലാം സാധാ ഐറ്റംസ് ആണ്. അക്യുമുലേറ്റഡ് ലോസുകളൊന്നുമില്ല.
Capital, as capital, B's capital, C's capital, fluctuating capital method ആണ്. റിസർവ്, accumulated profit ഉണ്ട്, long term debt ഉണ്ട്, long term debt loans എടുത്തിട്ടുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് 44,000, ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,70,000, accumulated profit ആയിട്ട് റിസർവ് മാത്രമേ ഉള്ളൂ 20,000. Then cash and bank account means bank overdraft, that is cash and bank account credit balance ആണ്. So balance sheet items ഒക്കെ മനസ്സിലായി കാണുന്നു പ്രതീക്ഷിക്കുന്നു. It was mutually agreed that B will retire from partnership and in his place D will be admitted as a partner with effect from 1/4/2010. So balance sheet ഡേറ്റിൽ തന്നെ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെയാണ് റിട്ടയർമെന്റും അഡ്മിഷനും നടക്കുന്ന ഒരേ ദിവസമാണ്. ഫോർ ദിസ് പർപ്പസ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ടു ബി മെയ്ഡ്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റിൽ ഒരേ ക്വസ്റ്റിനിൽ തന്നെ റിട്ടയർമെന്റും അഡ്മിഷനും ഒരുമിച്ച് നടക്കുകയാണ്, ഒരേ ഡേറ്റ് ആയതുകൊണ്ട് നോ പ്രോബ്ലം, സാധാ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഉണ്ടാവുക. First point, goodwill is to be valued at rupees 1 lakh, but the same will not appear as an asset in the books of the reconstituted firm. ഫേമിന്റെ പുതിയ ഗുഡ്വിൽ 1 lakh ആണ്. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഗുഡ്വിൽ ഉണ്ടാവരുത്. ദെൻ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് റിട്ടയർമെന്റിന്റെ കേസസിലും വേണം, അഡ്മിഷന്റെ കേസസിലും വേണം, കമ്പൈൻഡ് ആണ്. ബിൽഡിംഗ് ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആർ ടു ബി ഡിപ്രീസിയേറ്റഡ് ബൈ 5% ആൻഡ് 20% റെസ്പെക്റ്റീവ്ലി. സോ ബിൽഡിംഗും റീവാലുവേഷൻ ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി റീവാലുവേഷൻ ചെയ്യുന്നുണ്ട്. Investments are to be taken over by the retiring partner. Investments retiring partner B കൊണ്ടുപോവാണ്. 15,000 ആണ്, ബട്ട് ബുക്ക് വാല്യൂ 12,000 ആണ്. സോ 12,000നെ 15,000 ആക്കി മാറ്റിയതിന് ശേഷം റിട്ടയറിംഗ് പാർട്ണർ കൊണ്ടുപോകണം. അപ്പോൾ റീവാലുവേഷൻസ് ഉണ്ട്, ബിൽഡ് ഇൻവെസ്റ്റ്മെന്റ്സിനും റീവാലുവേഷൻസ് ഉണ്ട്. ദെൻ a provision of 20% is to be made on debtors to cover doubtful debt. ഇപ്പോൾ ഡെറ്റേഴ്സിന്റെ 1,39,000 ആണ്, പ്രൊവിഷൻസ് വേണം 20% ആണ്. ഇൻ ദ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം ദ ടോട്ടൽ ക്യാപിറ്റൽ വിൽ ബി rupees 2 lakh. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിൽ എയും സിയും ഡിയും ആണ് ഉണ്ടാവുക, കാരണം ബി റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിൽ 3 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 2 lakhs ആവണം. അത് ഏത് പ്രൊപ്പോർഷനിൽ 2:2:1 The surplus fund, if any, will be used for the repayment of bank overdraft. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കുമ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാം, വിഡ്രോവൽ ഉണ്ടാവാം, അപ്പോൾ ഓവർഡ്രാഫ്റ്റ് സെറ്റ് ഓഫ് ചെയ്യണം. The amount due to the retiring partner shall be transferred to his loan account. റിട്ടയറിംഗ് പാർട്ണർ കൊടുക്കേണ്ട എമൗണ്ട് പെട്ടെന്ന് സെറ്റിൽമെന്റ് ചെയ്യുന്നില്ല, ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പുതിയ പാർട്ണർ ഡി ആണ്. ഡി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയാണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടില്ല. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവണം. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത റിട്ടയർമെന്റും അഡ്മിഷനും ഒരേ ഡേറ്റിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വേറെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീവാല്യൂഷൻ റിസൾട്ട് റിട്ടയർമെന്റിലാണെങ്കിലും അഡ്മിഷൻ ആണെങ്കിലും ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വല്ലതുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അക്യുമുലേറ്റഡ് ലോസസ് വല്ലതുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ പ്രത്യേകത ഉണ്ടാവുള്ളൂ. ഗുഡ്വിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ ഓഫ് ദ പാർട്ട്നേഴ്സിൽ 5 സിറ്റുവേഷൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ്, ന്യൂ കമർ ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് പ്രൈവറ്റ് സെറ്റിൽമെന്റ് ചെയ്യുന്നു, ഫേമിന്റെ ബുക്കിൽ എൻട്രി വേണ്ട. രണ്ടാമത്തെ സിറ്റുവേഷൻ, പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അത് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. മൂന്നാമത്തെ കേസ്, ന്യൂ പാർട്ട്ണർ അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് പാർട്ട് എമൗണ്ടോ ഫുൾ എമൗണ്ടോ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നു. നാലാമത്തെ കേസ്, ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അഞ്ചാമത്തെ കേസ്, ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഗുഡ്വിൽ ഉണ്ടാവും. അപ്പോൾ അഡ്മിഷന്റെ കേസസ് എടുക്കുകയാണെങ്കിൽ ക്യാഷ് ട്രീറ്റ്മെന്റോ ഗുഡ്വിൽ ക്വസ്റ്റിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ നാലാമത്തെ കേസാണ് വരിക, ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാം, അതല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. റിട്ടയർമെന്റിൽ എന്തായാലും ഗുഡ്വില്ലിന് ക്യാഷ് ട്രീറ്റ്മെന്റ് ഇല്ല, ഓൾറെഡി ഗുഡ്വിൽ ഇല്ല, പിന്നെ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യുന്നു. സോ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ കോമൺ ആണ് എയുടെയും ബിയുടെയും. സോ സ്ഥാപനത്തിന്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിലായ 1 lakhനെ എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം ന്യൂ റേഷ്യോയില് എല്ലാവരും കൂടി മീൻസ് റിട്ടയറിംഗ് പാർട്ട്ണർ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും കൂടി റൈറ്റ് ഓഫ് ചെയ്താൽ മതി. 2:2:1 റൈറ്റ് ഓഫ് ചെയ്താൽ മതി. റേഷ്യോ അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാം. അതല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും ഇതിന്റെ അൾട്ടിമേറ്റ് എഫക്ട് സെയിം ആണ്. ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ പ്രത്യേകതയുള്ളൂ. പിന്നെ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത ന്യൂ കമർ ഡി ആണ്. ഡി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എമൗണ്ടും തന്നിട്ടില്ല. അപ്പോൾ ഈ ക്വസ്റ്റിൽ നമ്മളോട് ചെയ്യാൻ പറയുന്നത് റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ കണ്ടന്റ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം.
First, revaluation account. എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യുന്നില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ റീവാല്യൂ ചെയ്യുന്നുള്ളൂ. അൺറെക്കോർഡഡ് അസറ്റ്സ് ആൻഡ് അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് എന്ന് ഈ ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. റീവാല്യൂഷൻ അക്കൗണ്ട് ഫോർമാറ്റ് റെഡി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ആവാം. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾഡ് പാർട്ട്നേഴ്സായിട്ട് 3 പേരുണ്ട്, എയും ബിയും സിയും ഉണ്ട്. പുതുതായിട്ട് ഒരു പാർട്ട്ണർ കൂടി വരികയാണ്. എമൗണ്ട് കോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ എമൗണ്ട് കോളം 4 ഡിവൈഡ് ചെയ്യാം. 4 പാർട്ട്നേഴ്സ് ആണ്. Date, particulars,
partner A, B, C, and D. ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യനിൽ അടുത്ത് ആവശ്യപ്പെടുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. The last reconstructed balance sheet. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് ഒക്കെ റെഡിയാണ്. എല്ലാം ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ലാഗിങ് പ്രോബ്ലം വരും, ടൈം മാനേജ്മെന്റ് പ്രോബ്ലം വരും. സോ നല്ലത് റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട റീവാലുവേഷൻ ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്ന് ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്ന് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് കാണിച്ച് റിസൾട്ടിലേക്ക് വരുന്നതാണ്. ദെൻ ഫസ്റ്റ് ഇവിടെ റീവാലുവേഷൻസ് വരുന്നത്, റീവാലുവേഷൻസ് ലാൻഡിന് റീവാലുവേഷൻസ് ഇല്ല, ചേഞ്ചസ് ഒന്നും ഇല്ല. ബിൽഡിംഗ് 2 lakhsന് 5% ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ 10,000 ആണ് റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ ടു ബിൽഡിങ്സ് 2 lakhsന്റെ 5%, ദാറ്റ് ഈസ് 10,000. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് റീവാലുവേഷൻ ലോസ് ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 20% ആണ്. 20%, 26,000 വരും. റീവാലുവേഷൻ അക്കൗണ്ടിൽ to plant and machinery 26,000.
ദെൻ ഫർണിച്ചറിൽ ചേഞ്ചസ് ഇല്ല. ഇൻവെസ്റ്റ്മെന്റ്സ് റീവാല്യൂ ചെയ്ത് 12,000-നെ 15,000 ആക്കി മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ടേക്കൺ ഓവർ ചെയ്യുന്നു. ബി എന്ന് പറയുന്ന റിട്ടയറിംഗ് പാർട്ണർ കൊണ്ടുപോവാണ്. സോ ഫസ്റ്റ് 12,000-നെ നമ്മൾ 15,000 ആയിട്ട് റീവാല്യൂ ചെയ്യണം. പ്രോഫിറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇട്ടിട്ടു റീവാല്യൂഷൻ. സോ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ റീവാല്യൂഷൻ അക്കൗണ്ടിൽ ബൈ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ബൈ ഇൻവെസ്റ്റ്മെന്റ്സ് 3,000. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ബാലൻസ് 3,000 ആയിട്ട് മാറും. 15,000 ആയിട്ട് മാറും. ആ 15,000 ആണ് ബി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സിന് റീവാല്യൂഷൻ, സ്റ്റോക്ക് റീവാല്യൂഷൻ ഇല്ല. ഡെറ്റേഴ്സ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഡെറ്റേഴ്സിന്റെ പ്രൊവിഷൻ 20% ആണ്. 1,39,000-ന്റെ 1,39,000 into 20 divided by 100, 27,800. Revaluation loss, revaluation account debtor to provision for doubtful debt. Provision for debtors. Amount 27,800. 27,800. For building, land, building, plant and machinery, furniture, investment, stock, debtors. Then liability side, like capital reserve. റിസർവ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ബട്ട് ഫസ്റ്റ് ക്യാപിറ്റൽ ബാലൻസ് എൻ്റർ ചെയ്തോളൂ. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 80,000, 20,000 and 30,000. റിസർവിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ബൈ റിസർവ് 20,000-നെ ഓൾഡ് റേഷ്യോയിൽ എയുടെ ഷെയർ 10,000, 6,000 and 4,000. 6,000 and 4,000. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ ലോങ് ടേം ഡെറ്റിൽ റീവാല്യൂഷൻസിലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് കാണിക്കാൻ ട്രേഡ് ക്രെഡിറ്റേഴ്സിനും ചേഞ്ചസ് ഒന്നുമില്ല. ഗുഡ്വിൽ 1 lakh ആണ്. അപ്പോൾ നമ്മളിപ്പോൾ റീവാല്യൂഷൻസ് ചെയ്ത് ബിൽഡിംഗ് റീവാല്യൂ ചെയ്തു, പ്ലാന്റ് ആൻഡ് മെഷീനറി റീവാല്യൂ ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് റീവാല്യൂ ചെയ്തു, സ്റ്റോക്കിന് ചേഞ്ചസ് ഇല്ല, ഡെറ്റേഴ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു, റിസർവിന് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സിനെ ബി കൊണ്ടുപോകുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റിനെ ബി കൊണ്ടുപോകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ബിയുടെ കോളം 15,000. റിട്ടയറിംഗ് പാർട്ട്ണറായ ബി ആണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്ലോസ്ഡ് ആണ്. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് ന്യൂ റേഷ്യോയിൽ റിമൈനിങ് പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് ന്യൂ കമർ റൈറ്റ് ഓഫ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാക്രിഫൈസിങ് ആൻഡ് ഗെയിനിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിന് തുല്യമാവും. സോ ഫസ്റ്റ് പാർട്ട് എൻട്രി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആണ്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ഗുഡ്വിൽ 1 lakhനെ ഓൾഡ് റേഷ്യോയിൽ 5:3:2. 50,000, 30,000 and 20,000. പിന്നെ റിമൈനിങ് പാർട്ട്നേഴ്സ് പ്ലസ് ന്യൂ കമർ അതിനെ റൈറ്റ് ഓഫ് ചെയ്താൽ മതി. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ ന്യൂ റേഷ്യോയിലാവണം. ഗുഡ്വിൽ ന്യൂ റേഷ്യോ 2:2:1 ആണ്. അപ്പോൾ 1 lakhനെ 2:2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ 40,000, 40,000 and 20,000. അപ്പോൾ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റും ഫിനിഷ്ഡ് ആണ്. പിന്നെ നമുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടിൽ പോസ്റ്റിംഗ് ചെയ്യാം.
ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടിലെ ഓൾറെഡി ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 44,000. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ് മെൻഷൻ ചെയ്യാം. ലാൻഡിൽ ചേഞ്ചസ് ഒന്നുമില്ല. അസറ്റ് സൈഡ് ലാൻഡ് 10,000. ബിൽഡിങ്ങിൽ റീവാലുവേഷൻ ഉണ്ടായിരുന്നു. ബിൽഡിംഗ് റീവാലുവേഷൻ ഉണ്ട്. ബിൽഡിംഗ് അക്കൗണ്ട് ബാലൻസ് 2 lakhs അകത്തുനിന്ന് 10,000 ഡിപ്രീസിയേഷൻ കഴിച്ചാൽ 1,90,000. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി 1,30,000 അകത്തുനിന്ന് 26,000 കുറച്ചാൽ 1,04,000. 1,04,000 ആണ് ബാലൻസ്. അടുത്ത ഫർണിച്ചറിൽ റീവാലുവേഷൻസ് ഉണ്ടായിരുന്നില്ല. ഫർണിച്ചർ അക്കൗണ്ട് ബാലൻസ് പഴയതുപോലെ തന്നെ. ഫർണിച്ചർ അക്കൗണ്ട് 43,000. 43,000. അടുത്ത ഇൻവെസ്റ്റ്മെന്റ്സ് റീവാല്യൂ ചെയ്തിട്ട് റിട്ടയറിംഗ് പാർട്ണർ കൊണ്ടുപോയി അക്കൗണ്ട് ക്ലോസ്ഡ് ആണ്. സ്റ്റോക്ക് അക്കൗണ്ടിൽ നോ ചേഞ്ച്. സ്റ്റോക്ക് 1,30,000. ഡെറ്റേഴ്സിന് പ്രൊവിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. 20% പ്രൊവിഷൻ ഉണ്ടായിരുന്നു. സോ 1,39,000 അകത്തുനിന്ന് 1,39,000 അകത്തുനിന്ന് പ്രൊവിഷൻ ഡിഡക്ട് ചെയ്യാം. ലെസ് പ്രൊവിഷൻ 1,39,000 into 20 divided by 100 ആയിരുന്നു. 27,800. പ്രൊവിഷൻ 1,39,000. 1,11,200. 1,11,200. 1,11,200. പിന്നെ അണ്ടർ റെക്കോർഡ് അസറ്റ് ഒന്നും ഇല്ല. ഇൻവെസ്റ്റ്മെന്റ്സ് എന്തായാലും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ലയബിലിറ്റി സൈഡിൽ റിസർവ് ലോങ് ടേം ഡെറ്റിന് നോ ചേഞ്ച്. ലോങ് ടേം ഡെറ്റ് 3 lakhs തന്നെ. അടുത്ത ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ഓൾറെഡി ബാലൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ട്രേഡ് ക്രെഡിറ്റേഴ്സിന് ചേഞ്ചസ് ഒന്നുമില്ല. ട്രേഡ് ക്രെഡിറ്റേഴ്സും നോ ചേഞ്ച്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,70,000. അങ്ങനെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡൊക്കെ കഴിഞ്ഞു. ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബിൽഡിംഗ് റീവാല്യൂ ചെയ്തു. മെഷീനറി റീവാല്യൂ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. പുതിയ ഫേമിൽ ക്യാപിറ്റൽ 2 lakhs മാത്രമേ. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ എപ്പോഴും ഏറ്റവും ലാസ്റ്റിൽ ചെയ്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 എക്സ്ട്രാ ഫണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് സെറ്റ് ഓഫ് ചെയ്യണം. ഇത് എമൗണ്ട് റിട്ടയറിംഗ് പാർട്ണർക്ക് സെറ്റിൽമെന്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് റീവാല്യുവേഷൻ റിസൾട്ട് കണ്ടുപിടിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. റീവാല്യുവേഷൻ അക്കൗണ്ടിൽ എൻട്രി ചെയ്യേണ്ട എല്ലാം എൻട്രി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ലോസുകൾ കൂടുതലാണ്. 10,000 പ്ലസ് 26,000 പ്ലസ് 27,800. അപ്പോൾ അങ്ങനെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ 63,800 വരും. 63,800. 63,800. അപ്പോൾ ടോട്ടൽ ലോസ് -3,000. 60,800 രൂപയാണ് ടോട്ടൽ ലോസ് വരുന്നത്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 60,800 എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ട് റീവാല്യുവേഷൻ ബൈ ക്യാപിറ്റൽ ABC. Paid share of loss 30,400. B'യുടേത്
18,240. Then C യുടേത് 12,160. ഇതാണ് ഷെയർ ഓഫ് ലോസ്. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ്ഡ് ആണ്. റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ട് റീവാലുവേഷൻ. സിയുടെ ഷെയർ 12,160. 12,160. ബിയുടേത് 18,240. 30,400. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തു. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ്ഡ് ആയി. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അകത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ ക്രെഡിറ്റ് ചെയ്ത് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. റീവാലുവേഷൻ റിസൾട്ടായി. ഇനി റിട്ടയറിംഗ് പാർട്ട്ണർ ബി ആണ്. ബിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എത്രയാണോ അത് മുഴുവനായിട്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ബിയുടെ ബാലൻസ് 56,000 56,000 56,000 56,000 ആണ്. $56,000 അകത്തുനിന്ന് മൈനസ് 10,000 മൈനസ് 18,240 22,760 ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ടു ലോൺ 22,760. ഓക്കെ. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. ഇപ്പോൾ 22,760 ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതി വെക്കാവുന്നതാണ്. ബീസ് ലോൺ 22,760. ഓക്കെ. ദെൻ അടുത്തത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണം. റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വർക്ക് നോട്ട് എഴുതാം. Adjustments of capital. Total required capital balance. Required capital balance എയുടെയും സിയുടെയും ഡിക്കും ഉണ്ടായിരിക്കേണ്ടത് 2 lakhs ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഉണ്ടാവണം. ന്യൂ റേഷ്യോ 2:1 ആണ്. അപ്പോൾ as required capital 2 lakh into 2 divided by
5 80,000 ഉണ്ടാവണം. അടുത്ത B's required capital 2 lakh into 2 divided by 5 is equal to 80,000. B അല്ല, B റിട്ടയറിംഗ് പാർട്ട്ണർ ആണ്, C ആണ് കേട്ടോ, സിയുടെ റിക്വയർഡ് ക്യാപിറ്റൽ. Then D's required capital 2 lakh into 1 divided by 5 ആണ്, that is equal to 40,000. പിന്നെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കുക. എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ബാലൻസ് എയുടെയും സിയുടെയും ഡിക്ക് എക്സിസ്റ്റിംഗ് ഡെബിറ്റ് ഉണ്ട്, ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാത്തതുകൊണ്ട്. എയുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ബാലൻസ് എത്രയുണ്ടാവാം? എയുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ബാലൻസ് റഫായിട്ട് കണ്ടുപിടിക്കാം. എയുടേത് 80,000 പ്ലസ് 10,000 1,40,000 ആണ്. 1,40,000 മൈനസ് 70,400 69,600 ആണ് എക്സിസ്റ്റിംഗ്. എയുടേത് 69,600 അത്രയേ ഉള്ളൂ. സോ കോൺട്രിബ്യൂഷൻ 80,000 അതൊന്ന് കുറച്ചാൽ മതി. 10,400 കോൺട്രിബ്യൂട്ട് ചെയ്യണം, എ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇതേപോലെ സിയുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ബാലൻസ് സിയുടേത് 54,000. 30,000 പ്ലസ് 20,000 54,000 മൈനസ് 52,160 1,840 രൂപ മാത്രമേ ഉള്ളൂ, വളരെ കുറവാണ്. $1,840 കോൺട്രിബ്യൂഷൻ 80,000 ഉണ്ടാവണം. ബട്ട് 78,160 കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഡി ഗുഡ്വിൽ കൊണ്ടുവരാത്തതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഡെബിറ്റ് ₹20,000 ഉണ്ട്. അപ്പോൾ 40,000 ബാലൻസ് ഉണ്ടാവണമെങ്കിൽ കോൺട്രിബ്യൂഷൻ 60,000 ഉണ്ടാവണം. കോൺട്രിബ്യൂഷൻ മനസ്സിലായി കാണുമല്ലോ, 60,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ 40,000 ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 10,400 78,160 60,000 ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ടുകളാണ്. എയുടെ കോൺട്രിബ്യൂഷൻ എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3 പേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ്. എയുടെ കോൺട്രിബ്യൂഷൻ 10,000 10,400 ഡിയുടേത് 60,000 പിന്നെ സിയുടേത് 78,160 78,160 ഓക്കെ 78,160 ഇത് ക്യാഷ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യാം.
ക്യാഷ് കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ടു എസ് ക്യാപിറ്റൽ 10,400 to C's capital is capital 78,160 to D's capital 60,000. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് സെറ്റ് ഓഫ് ആയി പോകും. അപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് എടുക്കാം. 10,400 പ്ലസ് 78,160 പ്ലസ് 60,000. Cash account total 1,48,000, 48,560. 48,560 minus 44,000. So balance by balance carry down 104,560. 560. Asset side cash balance ആയിട്ട് എഴുതാം. 104,560. Cash and bank. Overdraft set off ആയിട്ടുണ്ട്. 104,560. Then capital account balance കണ്ടുപിടിച്ച് എഴുതാം. Capital account balance already റിക്കയർഡ് ബാലൻസ് 2 lakhs ആണ്. ബാലൻസ് ഒക്കെ 80,000, 80,000, 40,000 തന്നെയാണ്. ബാലൻസ് കണ്ടുപിടിക്കണം. എയുടെ ക്യാപിറ്റൽ ബാലൻസ് റിക്കയർഡ് ക്യാപിറ്റലായ 80,000, സിയുടേത് 80,000, ദെൻ ഡിയുടേത് ന്യൂ കമറുടേത് 40,000. നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലൊക്കെ ബാലൻസ് ഒക്കെ എഴുതി വെക്കാം. ബാലൻസിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ടോട്ടലൊക്കെ ചെയ്യാം. ഇവിടെ ടോട്ടൽ 80, 90, 140, 1,50,400. 1,50,400 to balance carry down. ഒന്ന് കൺഫേം ചെയ്യാം. 400 മൈനസ് 70,400, 80,000 തന്നെ. റിക്കയർഡ് ബാലൻസ് തന്നെ ആയിരിക്കും. കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അതേപോലെ ബിയുടേതും 80,000. സോറി ബിയുടേതല്ല, ബി റിട്ടയറിംഗ് പാർട്ട്ണറാണ്. സിയുടേത് 80,000. ടോട്ടൽ 30, 54, 54, 54, 40,000 പ്ലസ് 12, 160 പ്ലസ് 80,000, 1,32,000, 1,32,160. $160. Then D-യുടേത് ടോട്ടൽ 60,000, 60,000, അങ്ങനെ 40,000. റിക്കയർഡ് ബാലൻസ് തന്നെ കിട്ടി.
ഈ എമൗണ്ട് ബാലൻസ് ഷീറ്റിലും എഴുതി വെച്ച് കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ ഒന്ന് കൺഫേം ചെയ്യാം. 3 lakh plus 3 lakh plus 1,70,000 plus 22,760 plus 2 lakhs. Liability side total 6,92,760. Asset total confirm ചെയ്യാം. 10,000 plus 1,90,000 plus 1,04,000 plus 43,000 plus 1,30,000 plus 1,11,200 plus 104,560. 6,92,760. ബാലൻസ് ഷീറ്റും ഈക്വൽ ആണ്. 6,92,760. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമുക്ക് റീവാല്യൂഷൻ റീവാല്യൂഷൻ ലോസ് കിട്ടിയത് 60,800 ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ 3 പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് 80,000, 80,000 ആൻഡ് 40,000. ബിയുടെ എമൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ക്യാഷ് ബാലൻസ് കിട്ടി. ദെൻ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് സെറ്റ് ഓഫ് ആയി. സോ അങ്ങനെ ഫൈനലി ബാലൻസ് ഷീറ്റും ടാലി ആയിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. രാം, റഹീം ആൻഡ് റോബർട്ട് are partners sharing profits and losses in the ratio 5:3. 5:3:2. It was decided that Robert would retire on 31st March 2015 and in his place Richard would be admitted as a partner with a new profit sharing ratio between Ram, Rahim and Richard 3:2:1. അപ്പോൾ ഓൾഡ് റേഷ്യോ 5:3:2 ന്യൂ റേഷ്യോ 3:2:1 ആണ്. റോബോട്ട് എന്ന് പറയുന്ന തേർഡ് പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നു. അതിന് പകരമായിട്ട് റിച്ചാർഡ് എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ വരുന്നു. സെയിം ഡേറ്റിൽ തന്നെയാണ്. ഓൾഡ് പാർട്ട്നേഴ്സായ രാം, റഹീം ആൻഡ് റോബോട്ടിന്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. 31st March 2015 ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അക്യുമുലേറ്റഡ് ലോസുകളൊന്നുമില്ല. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് രാം, റഹീം, റോബർട്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ട് ജനറൽ റിസർവ് ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ലോൺ ഫ്രം റിച്ചാർഡ്. റിച്ചാർഡ് പുതുതായിട്ട് പാർട്ട്ണറായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ ഓൾറെഡി രാം, റഹീം ആൻഡ് റോബർട്ടിന്റെ പഴയ ഫേം റിച്ചാർഡിന്റെ അടുത്ത് നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ ലോൺ തിരിച്ചടക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം റിച്ചാർഡ് എന്ന് പറയുന്ന ആളെ ഫേമിലേക്ക് പുതിയ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. നോക്കാം. റിട്ടയർമെന്റ് ഓഫ് റോബർട്ട് ആൻഡ് അഡ്മിഷൻ ഓഫ് റിച്ചാർഡ് ഈസ് ഓൺ ദ ഫോളോയിങ് ടേംസ്. സോ സെയിം ഡേയിൽ തന്നെയാണ് അഡ്മിഷനും റിട്ടയർമെന്റും നടക്കുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേറ്റ് ചെയ്യണം 30,000 രൂപ. പ്ലാന്റ് ആൻഡ് മെഷീനറി 3 ലക്ഷമാണ്. അതിനെ 2,70,000 ആക്കി മാറ്റണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു ബി വാല്യൂഡ് അറ്റ് ₹6 lakhs. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാല്യൂ 5,30,000 ആണ്. അതിനെ അപ്വേർഡ് മീൻസ് കൂട്ടി കാണിക്കണം. റീവാല്യൂഷൻ പ്രോഫിറ്റ് ആണ് 70,000. സ്റ്റോക്ക് 95% ആക്കണം. ദാറ്റ് മീൻസ് 5% ഡിഡക്ട് ചെയ്യണം. സ്റ്റോക്ക് ബാലൻസ് 2 lakhs ആണ്. 2 lakhsന്റെ അകത്തുനിന്ന് 5% കുറച്ചിട്ട് 95% ആക്കണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം 10%. ജനറൽ റിസർവ് അപ്പോർഷൻഡ് എമംഗ് ഓൾഡ് പാർട്ട്നേഴ്സ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ദ ഫേംസ് ഗുഡ്വിൽ വിൽ ബി വാല്യൂഡ് ആയിട്ട് 2 years പർച്ചേസ് ഓഫ് ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 3 years. ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ്. ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ആവറേജിന്റെ പ്രോഫിറ്റിന്റെ ബേസിസിൽ. സോ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ. ഔട്ട് ഓഫ് ദ എമൗണ്ട് ഡ്യൂ ടു റോബർട്ട് 2 lakh വുഡ് ബി റീറ്റെയിൻഡ് ആസ് ലോൺ ബൈ ദ ഫേം. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണോ അതിൻ്റെ അകത്ത് നിന്ന് 2 lakhsന് ലോണായിട്ട് റീറ്റെയിൻ ചെയ്യുന്നു. ബാക്കിയുള്ള എമൗണ്ട് സെറ്റിൽമെന്റും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ക്യാഷ് കൊടുക്കുന്നു. സോ സ്വാഭാവികമായിട്ടും റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് മോർ ദാൻ 2 lakhs ആയിരിക്കാം. ഇപ്പൊ 2 lakhs ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് പെട്ടെന്ന് സെറ്റിൽമെന്റ് ചെയ്യുന്നു. റിച്ചാർഡിന്റെ ക്യാപിറ്റൽ ന്യൂ കമറുടെ ക്യാപിറ്റൽ ഷുഡ് ബി ഈക്വൽ ടു 50% ഓഫ് ദ കമ്പൈൻഡ് ക്യാപിറ്റൽ ഓഫ് രാം ആൻഡ് റഹീം.
രാമിന്റെയും റഹീമിന്റെയും ക്യാപിറ്റൽ ബാലൻസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്പണിംഗിലുള്ള ക്യാപിറ്റൽ അല്ല, ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ്, രാമിന്റെയും റഹീമിന്റെയും ക്യാപിറ്റൽ ബാലൻസ് എത്രയാണോ അവരുടെ ക്യാപിറ്റൽ ബാലൻസിന്റെ 50% ആയിരിക്കണം റിച്ചാർഡ് എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ്. അപ്പൊ അവിടെ സംശയം വേണ്ട, രാമിന്റെയും റഹീമിന്റെയും സ്റ്റാർട്ടിങ്ങിലുള്ള ക്യാപിറ്റലിന്റെ ബേസിലല്ല, ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ക്യാപിറ്റലിന്റെ ബേസിലാണെന്ന് ക്വസ്റ്റനിൽ പറയണം. പിന്നെ വേറെ ഈ ക്വസ്റ്റിന് പറയാത്തൊരു പോയിന്റ് ലോൺ ഫ്രം റിച്ചാർഡ് ആണ്. റിച്ചാർഡ് ന്യൂ കമർ ആണ്, പഴയ ഫേം ഓൾറെഡി അവരുടെ അടുത്ത് ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോണിന്റെ സെറ്റിൽമെന്റ് ഒന്നും പറയുന്നില്ല. സോ നല്ലത് ലോൺ ഫ്രം റിച്ചാർഡിനെ അയാളുടെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് നല്ലതാണ്. ലോൺ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ആരെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടാവും, റിച്ചാർഡ് എന്ന് പറയുന്ന ആളെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെയും ഗുഡ് വിൽ ഓൾറെഡി ബാലൻസ് ഷീറ്റിലില്ല. അപ്പൊ റിട്ടയർമെന്റും നടക്കുന്നുണ്ട്, അഡ്മിഷനും ഉണ്ട്. അഡ്മിഷനിൽ ഇവിടെ ക്യാഷ് ട്രീറ്റ്മെന്റോ ഗുഡ് വിൽ പറയുന്നേ ഇല്ല. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ രാം റഹീം റോബർട്ടിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ട്, ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് ന്യൂ റേഷ്യോയിൽ രാം റഹീം ആൻഡ് റിച്ചാർഡ് ഏതാ 3:2:1 റൈറ്റ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ കണ്ടന്റ് ഒക്കെ മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ആൻഡ് റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ റീവാല്യൂഷൻ പ്രോഫിറ്റും ലോസും അറിയണം. സോ റീവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, ക്യാപിറ്റൽ അക്കൗണ്ട് ആവാം, പിന്നെ എറേഴ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ചെയ്യാം. അതിനുശേഷം റീകൺസ്ട്രക്റ്റഡ് ബാലൻസ് ഷീറ്റ് എടുക്കുന്നതാണ് നല്ലത്. റീവാല്യൂഷൻ അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും റീവാല്യൂഷൻ റിസൾട്ട് അറിയെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് റീവാല്യൂഷൻ അക്കൗണ്ട്. Date, particulars, amount, date, particulars, amount. പിന്നെ അങ്ങനെ റീവാല്യൂഷൻ അക്കൗണ്ട് ഫോർമാറ്റ് റെഡി. അടുത്തത് ആവശ്യപ്പെടുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ഒരാൾ റിട്ടയർ ചെയ്യുന്നു, പുതിയൊരു പാർട്ട്ണർ കൂടിയുണ്ട്. അപ്പൊ എമൗണ്ടുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. 4 എമൗണ്ടുകളും വേണം രണ്ട് സൈഡുകളിലായിട്ട്.
date, particulars, Ram, Rahim, Robert, and Richard Newcomer. Ram, Rahim, Robert, and Richard. Next, cash and bank account. The last reconstructed balance sheet. റിട്ടയർമെന്റ് ആൻഡ് അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ലെഡ്ജർ ബുക്കിൽ ബാലൻസ് ഉള്ള എല്ലാ അക്കൗണ്ടുകളെയും ബാലൻസ് ഷീറ്റിൽ അറേഞ്ച് ചെയ്യാം. Reconstructed balance sheet. Liabilities and amount, assets, amount. ഇപ്പോൾ ഫോർമാറ്റുകളൊക്കെ റെഡിയാണ്. എല്ലാം ഒരുമിച്ച് ആൻസർ ചെയ്യുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ലാഗിങ് പ്രോബ്ലം വരും. സോ നല്ലത് ഓരോ ഐറ്റംസ്, ഓരോ അക്കൗണ്ടുകൾ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പോളിസി ആയിരിക്കാം നല്ലത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സിൽ റീവാലുവേഷൻസ് ഉണ്ട്. ഡെറ്റേഴ്സിന്റെ റീവാലുവേഷൻ 5 lakhs ആണ് ബുക്ക് വാല്യൂ. അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഓർ ഡൗട്ട്ഫുൾ ഡെറ്റ്. 5 lakhsന്റെ 10%, that is 50,000. Then അടുത്ത സ്റ്റോക്ക് 95% ആക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. 5% കുറക്കണം. അപ്പോൾ റീവാലുവേഷൻ ലോസ് ആണ്, സ്റ്റോക്കിൽ റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സ്റ്റോക്ക് അക്കൗണ്ട്.
5%, 2 lakh into 5%, 10,000. ഇപ്പോൾ 1,90,000 ആണ് ബാലൻസ് ഉണ്ടാവുക. അടുത്ത പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 30,000. സോ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി. ഡിപ്രീസിയേഷൻ എമൗണ്ട് 30,000. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5,30,000 എന്നുള്ള 6 lakhs ആക്കി മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത്. സോ റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ് 70,000. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിവാലുവേഷൻ ബൈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എമൗണ്ട് 70,000. 70,000. അങ്ങനെ അസറ്റ് സൈഡിലുള്ള റിവാലുവേഷൻസ് കഴിഞ്ഞു. ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പിന്നെ ലയബിലിറ്റി സൈഡ് ഐറ്റത്തിൽ ക്രെഡിറ്റേഴ്സിലൊന്നും ചേഞ്ചസ് പറയുന്നില്ല. ലോൺ ഫ്രം റിച്ചാർഡ്. സോ പിന്നെ അൺറെക്കോർഡ് അസറ്റ്സ്, അൺറെക്കോർഡ് ലയബിലിറ്റീസ് ഒന്നും പറയുന്നില്ല ഈ ക്വസ്റ്റനിൽ. ഇനി നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം നല്ലത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആവശ്യമായിട്ടുള്ള പോസ്റ്റിംഗ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലോൺ ഫ്രം റിച്ചാർഡ് ഉണ്ട്. റിച്ചാർഡ് പുതിയ പാർട്ട്ണറായിട്ട് വരികയാണ്. സോ നല്ല ട്രീറ്റ്മെന്റ് റിച്ചാർഡിന്റെ ലോണിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സോ ഓൾറെഡി ഉള്ള ക്യാപിറ്റൽ ബാലൻസ് വൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 1 lakh 1,50,000 1,50,000 and 2 lakhs. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ ക്രെഡിറ്റ് ചെയ്യാം ബൈ ജനറൽ റിസർവ്. ജനറൽ റിസർവിനെ ഓൾഡ് റേഷ്യോ 5:3:2 ഡിവൈഡ് ചെയ്യാം. 5:3:2 ഡിവൈഡ് ചെയ്യുമ്പോൾ രാമിന്റെ പോർഷൻ 1 lakh, 1 lakh. റഹീമിന്റെ പോർഷൻ 60,000 and 40,000. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ട് ജനറൽ റിസർവ് മാത്രമാണ്. ജനറൽ റിസർവ് ഇനി അക്യുമുലേറ്റഡ് ലോസുകളൊന്നും ഇല്ല. നല്ലത് റിച്ചാർഡിന്റെ ലോണിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. എൻട്രി റിച്ചാർഡ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ലോൺ റിച്ചാർഡിന്റെ കോളം 2 lakhs. ഇപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഇയാൾ അഡ്മിറ്റ് ചെയ്യാനുള്ള റീസൺ ലോൺ തിരിച്ചടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ലോണിനെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് കഴിഞ്ഞു, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ലോൺ അക്കൗണ്ട് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് റീവാലുവേഷൻ റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. പിന്നെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം. സോ ഗുഡ്വിൽ വാല്യൂ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. വാല്യുവേഷൻ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടുപിടിച്ചിട്ട് നല്ലത് ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാം. ഓൾഡ് പാർട്ട്നേഴ്സായ രാം, റഹീം, റോബർട്ടിന്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് കൊടുക്കുക അപ്പോൾ ടോട്ടൽ ഗുഡ്വില്ലിനെ. അതിനുശേഷം റിട്ടയറിംഗ് പാർട്ട്ണർ ഒഴികെ ബാക്കിയുള്ളവർ എല്ലാവരും റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സാക്രിഫൈസ് ആൻഡ് ഗെയിനിങ് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് തുല്യമാകും. സോ വർക്കിംഗ് നോട്ട് കൊടുക്കാം വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. Valuation of goodwill 50,000 plus plus 60,000 plus 55,000 all divided by 3 into number of years purchase. Question പറഞ്ഞിരിക്കുന്നത് 2 ആണ്. 50,000 plus 60,000 plus 55,000 divided by 3 into 2, that is 1,10,000 ആണ് ഫേമിന്റെ ഗുഡ്വിൽ. 1,10,000.
1,10,000 ആണ് ഫേമിൻ്റെ ഗുഡ്വിൽ. അപ്പോൾ ഗുഡ്വില്ലിന് ട്രീറ്റ്മെൻറ്റ് രാം, റഹീം ആൻഡ് റോബർട്ടിന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് ന്യൂ റേഷ്യോയിൽ ഇതിനെ റൈറ്റ് ഓഫ് ചെയ്യാം. 1,10,000 ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ബൈ ഗുഡ്വിൽ ഓൾഡ് റേഷ്യോ പ്രകാരം 1,10,000 divided by 10 into 5. അപ്പോൾ എയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് 55,000 ഡിവൈഡഡ് ബൈ 5 into 3. അടുത്ത ആളുടേത് 33,000 ഡിവൈഡഡ് ബൈ 3 into 2, 22,000. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപ് അടക്കം കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി ക്രിയേറ്റ് ചെയ്ത ഗുഡ്വില്ലിനെ റിമൈനിങ് പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് ന്യൂ പാർട്ട്ണർ റൈറ്റ് ഓഫ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ഗുഡ്വിൽ 1,10,000 3:2:1 1,10,000 into 3 divided by 6. ആദ്യത്തെ ആൾക്ക് 55,000 തന്നെ വരും. 55,000. രണ്ടാമത്തെ പാർട്ട്ണർ 36,667. റോബർട്ട് റിട്ടയറിംഗ് പാർട്ട്ണറാണ്. റിച്ചാർഡിന്റെ പോർഷൻ 1,10,000 into 1 divided by 6, 18,333. അങ്ങനെ 18,333 പ്ലസ് 36,667. അങ്ങനെ ടോട്ടൽ 1,10,000. സോ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ക്രിയേറ്റ് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. ഇനി നമുക്കടുത്ത റിവാലുവേഷൻ റിസൾട്ട് ഏറ്റവും ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നല്ലത്. എന്തെങ്കിലും മിസ്റ്റേക്സോ മറ്റൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ദെൻ ക്യാഷ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ മർജിങ് ആണ്. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 20,000 ക്യാഷ് ബാലൻസ്, 1 lakh ബാങ്ക് ബാലൻസ്, അങ്ങനെ 1,20,000 ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഇനിയും പോസ്റ്റിംഗ് വരും. ദെൻ അറിയാവുന്ന കാര്യങ്ങളും ബാലൻസ് ഷീറ്റിൽ എടുത്ത് എഴുതാം. ക്യാഷ് ബാലൻസ് ലാസ്റ്റ്. ഡെറ്റേഴ്സിന് റീവാലുവേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ 5 lakhs ആയിരുന്നു. പ്രൊവിഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെസ് പ്രൊവിഷൻ 50,000. 50,000 ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4,50,000. അടുത്ത ഡെറ്റേഴ്സ് കഴിഞ്ഞ് സ്റ്റോക്ക് 95% മാറ്റിയിട്ടുണ്ട്. സ്റ്റോക്ക് 1,90,000 ആണ് അക്കൗണ്ട് ബാലൻസ് ആഫ്റ്റർ റിട്ടയർമെന്റ് ആൻഡ് അഡ്മിഷൻ. അടുത്ത പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേറ്റ് ചെയ്തതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ബാലൻസ് 2,70,000. 3 ലക്ഷമാണ്. ഡിപ്രീസിയേഷൻ 30,000. 2,70,000. അടുത്ത ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 6 lakhs ആക്കിയിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 6 lakhs. പിന്നെ അസറ്റ് സൈഡിൽ കഴിഞ്ഞ് ക്യാപിറ്റൽ ബാലൻസ് കാണിച്ച് ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്തു. സൺട്രി ക്രെഡിറ്റേഴ്സും ഇതിൽ ചേഞ്ചസ് ഒന്നുമില്ല.
ലോൺ ഫ്രം റിച്ചാർഡ് ക്ലോസ്ഡ് ആണ്, ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സൺട്രി ക്രെഡിറ്റേഴ്സ് 8 lakhs തന്നെ, ചേഞ്ചസ് ഒന്നുമില്ല. സൺട്രി ക്രെഡിറ്റേഴ്സ് 8 lakhs, ലോൺ ഫ്രം റിച്ചാർഡിനെ ട്രാൻസ്ഫർ ചെയ്തു. ജനറൽ റിസർവ് ഓക്കെ ആണ്. അപ്പോൾ റീവാല്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലത് റീവാല്യൂഷൻ റിസൾട്ട് കണ്ടുപിടിച്ച് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. റീവാല്യൂഷൻ ലോസുകൾ കൂടുതലാണ്. റീവാല്യൂഷൻ ലോസുകൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും സ്റ്റോക്കും പ്ലാന്റ് ആൻഡ് മെഷീനെ കുറിച്ച് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മാത്രം കൂട്ടിയിട്ടാണ്. അപ്പോൾ 50, 10, 60, 90,000 ടോട്ടൽ വരും. 90,000 അകത്ത് നിന്ന് ഒരു റീവാല്യൂഷൻ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ, 70,000. അങ്ങനെ റീവാല്യൂഷൻ ലോസ് ടോട്ടൽ 20,000. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ബൈ ക്യാപിറ്റൽ. രാം, റഹീം, റോബർട്ട് 20,000 ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യാം. 10,000 into 3, 6,000 and 4,000. റീവാല്യൂഷൻ അക്കൗണ്ട് കംപ്ലീറ്റഡ് ആണ്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. റീവാല്യൂഷൻ ലോസിനെ ഡെബിറ്റ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു റീവാല്യൂഷൻ അക്കൗണ്ട് 10,000, 6,000 and 4,000. 10,000, 6,000 and 4,000. പിന്നെ റിട്ടയറിംഗ് പാർട്ട്ണറുകളുടെ സെറ്റിൽമെന്റ് ചെയ്യുന്നില്ല. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് സെറ്റിൽമെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ 2 lakhs മാത്രം ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് ആണ്. അപ്പോൾ റോബർട്ടിന്റെ സെറ്റിൽമെന്റ് എമൗണ്ട് കണ്ടുപിടിക്കാം. 2 lakh plus 40,000 plus 22,000, 2,62,000 ടോട്ടൽ. $2,62,000. 2,62,000 അകത്തുനിന്ന് 4,000 കുറച്ചു കഴിഞ്ഞാൽ 2,58,000 ആണ്. ആ 2,58,000 2 lakhs ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പൊ ടു ലോൺ അക്കൗണ്ടിലേക്ക് 2 lakhs. അപ്പൊ ലോൺ അക്കൗണ്ടിന്റെ ബാലൻസ് വരും ടു ക്യാഷ് ഓർ ബാങ്ക് 58,000, ബാക്കിയുള്ള 58,000 വരും. ഓക്കെ, അപ്പോൾ സെറ്റിൽമെന്റ് മനസ്സിലായി കാണുന്ന പ്രതീക്ഷിക്കുന്നു. ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. റോബർട്ടിന്റെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് ബൈ റോബർട്ട്സ് ക്യാപിറ്റൽ 58,000 തിരിച്ചു കൊടുക്കുന്നു. പിന്നെ ലോൺ അക്കൗണ്ട് ബാലൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിട്ടയർമെന്റ് ലോൺ അക്കൗണ്ട് ബാലൻസ് 2 lakhs ആണ്. റോബർട്ട്സ് ലോൺ അക്കൗണ്ട് ബാലൻസ് 2 lakhs. പിന്നെ റിച്ചാർഡിന്റെ ക്യാപിറ്റൽ ബാലൻസ് രാമിന്റെയും റഹീമിന്റെയും ടോട്ടൽ ക്യാപിറ്റലിന്റെ 50% ആവണം. Richard's capital should be equal to 50% of the combined capital of Ram and Rahim. സ്റ്റാർട്ടിങ്ങിലുള്ള ക്യാപിറ്റൽ ഒന്നും എടുത്ത് പറയുന്നില്ല. സോ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് രാമിന്റെയും റഹീമിന്റെയും ക്യാപിറ്റൽ ബാലൻസ് എത്രയാണോ വരുന്നത് അതിന്റെ 50% റിച്ചാർഡിന്റെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരിക്കണം. സോ പ്രസന്റ്ലി രാമിന്റെയും റഹീമിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴും തന്നെ ബാലൻസ് ചെയ്തിടാവുന്നതാണ്. ബാലൻസ് 1 lakh plus 1 lakh, അപ്പോൾ 2,55,000 വരും ടോട്ടൽ. $2,55,000
2,55,000 minus 55,000 minus 10,000. അങ്ങനെ 1,90,000 ആണ് ബാലൻസ് വരുന്നത്. ടു ബാലൻസ് ക്യാരി ഡൗൺ 1,90,000 ആണ് രാമിൻ്റെത്. റഹീമിൻ്റെത് 1,50,000 പ്ലസ് 60, അപ്പോൾ 2,10,000, 2,43,000 അല്ലേ ഇവര്. 1,50,000 പ്ലസ് 60,000 പ്ലസ് 33,000, അങ്ങനെ ടോട്ടൽ 2,43,000 വരും. 2,43,000 2,43,000 മൈനസ് 36,667 മൈനസ് 6,000, അങ്ങനെ 2,333. 2,333 ആണ് റഹീമിന്റെ ക്യാപിറ്റൽ. അപ്പൊ രാമന്റെയും റഹീമിന്റെയും ക്യാപിറ്റൽ ബാലൻസ് എത്രയാണോ അതിന്റെ 50% ബാലൻസ് റിച്ചാർഡിന് ഉണ്ടായിരിക്കണം. ബട്ട് റിച്ചാർഡിന്റെ ക്യാപിറ്റൽ ഓൾറെഡി ഗുഡ് വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാത്തതുകൊണ്ട് ഒരു ഡെബിറ്റ് 18,333 രൂപയും അതുകൂടാതെ ലോൺ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള 2 lakhs ഉണ്ട്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ബാലൻസ് എമൗണ്ട് ഡിസൈഡ് ചെയ്യാൻ. അപ്പൊ റിച്ചാർഡിന്റെ ക്യാപിറ്റൽ ബാലൻസിന്റെ വർക്കിംഗ് നോട്ട് ഒന്ന് കൊടുക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ 2, റിച്ചാർഡ്സ് ക്യാപിറ്റൽ. റിച്ചാർഡ്സിന്റെ ക്യാപിറ്റൽ റിക്വയർഡ് ബാലൻസ് is equal to 1,90,000 രാമന്റെ ക്യാപിറ്റൽ പ്ലസ് 2,333 into 50 divided by 100. ഇതാണ് റിക്വയർഡ് ബാലൻസ്. 2,333 പ്ലസ് 1,90,000 divided by 2. നമുക്ക് റൗണ്ട് ചെയ്യാം. റൗണ്ടഡ് ഫിഗർ ആയിട്ട് 1,95,167 എഴുതാം. 1,95,167 ബാലൻസ് വേണം. എക്സിസ്റ്റിംഗ് ബാലൻസ് ആഫ്റ്റർ എക്സിസ്റ്റിംഗ് ബാലൻസ് ലോണും ഗുഡ്വിലും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എക്സിസ്റ്റിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് 2 lakh മൈനസ് 18,333 രൂപ. 2 lakh 18,333 ഒഴിച്ചാൽ ബാലൻസ് ഒരു എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് ബാലൻസ് 1,81,667 ഉണ്ട്. അപ്പോൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം? 1,95,167 കിട്ടണമെങ്കിൽ 13,500 കോൺട്രിബ്യൂട്ട് ചെയ്യണം. കോൺട്രിബ്യൂഷൻ റിച്ചാർഡ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് രാമിന്റെ റഹീമിന്റെ ക്യാപിറ്റലിന്റെ 50% ബാലൻസ് വേണമെങ്കിൽ 13,500 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം. മനസ്സിലായി കാണുന്ന പ്രതീക്ഷിക്കുന്നു. 13,500 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ ബൈ ക്യാഷ് 13,500. അങ്ങനെ ടോട്ടൽ നമുക്ക് ബാലൻസ് റിക്കേർഡിലേക്ക് എത്തിച്ചേരാം. 2,13,500 2,13,500 മൈനസ് 18,333. ഇപ്പോൾ റിക്വയർഡ് ബാലൻസിലേക്ക് എത്തിച്ചേർന്നു. 1,95,167 ആണ് റിച്ചാർഡിന്റെ ക്യാപിറ്റൽ ബാലൻസ്.
നമുക്ക് ഈ ക്യാപിറ്റൽ ബാലൻസിനെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കൊണ്ടെഴുതാം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ രാം 1,90,000, റഹീം 333, റിച്ചാർഡ് നമുക്ക് ഇപ്പോൾ കിട്ടിയ 1,95,167. നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിന് പോസ്റ്റ് ചെയ്യാനുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിച്ചാർഡ്സ് ക്യാപിറ്റൽ. റിച്ചാർഡിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 13,500 ആണ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 1,20,000 ഉണ്ടായിരുന്നു. റോബോട്ടിന്റെ സെറ്റിൽമെന്റ് ഭാഗമായിട്ട് 58,000 കൊടുത്തു. അങ്ങനെ 1,20,000, 1,33,500, 1,33,500, 500 ബാലൻസ് 75,500 ബാലൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്യാഷ് ബാലൻസ് അസറ്റ് സൈഡിൽ എഴുതാം. ക്യാഷ് ബാലൻസ് എമൗണ്ട് 75,500. 75,500. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. 75,500 പ്ലസ് 6 lakhs പ്ലസ് 2,70,000 പ്ലസ് 1,90,000 plus 4,50,000, 15,85,500. Liability side 8 lakh plus 2 lakh, 10 lakh, 10 lakhs, 11,90,000, 11,90,000 plus 2,333 plus 1,95,167. So 15,85,000. 15,85,500. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാലൻസ് ഷീറ്റും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ പാർട്ട് എന്ന് പറയുമ്പോൾ റീവാലുവേഷൻ ലോസ് ആയിരുന്നു. റീവാലുവേഷൻ ലോസ് ടോട്ടൽ 20,000 ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അതിനുശേഷം പിന്നെ രാമന്റെയും റഹീമിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നില്ല. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് കഴിഞ്ഞു, കാൽക്കുലേറ്റ് ചെയ്ത് ബാലൻസ് എടുത്തു. പിന്നെ റിക്കിയുടെ ക്യാപിറ്റൽ ബാലൻസിന്റെ ബേസിൽ ക്യാഷ് കോൺട്രിബ്യൂഷൻ എത്രയാണ് തീരുമാനിച്ചു. ക്യാഷ് ബാലൻസ് എല്ലാം ബാലൻസ് ഷീറ്റിൽ എടുത്ത് എഴുതിയതിനു ശേഷം ബാലൻസ് ഷീറ്റും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.